17 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. പഴവർഗ്ഗ സംസ്കാരത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനുമുള്ള ഇത്തവണത്തെ സംസ്ഥാന കർഷക അവാർഡ് മലപ്പുറം തിരുവാലിയിലെ ജ്യൂസ് ക്രഷ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭത്തിന്. എടവണ്ണ സ്വദേശി തെക്കുംപുറത്ത് ആലിഫും സുഹൃത്ത് VP യാസിൻ അസ്മലുമാണ് സ്റ്റാർട്ടപ്പിന്റെ സംരംഭകർ. പഴവർഗ സംസ്കരണം മൂല്യവർധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പിനുമുള്ളതായ അവാർഡാണ് ജ്യൂസ് ക്രഷ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവർക്ക് 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കോവിഡ് മഹാമാരി കാലത്ത് ആരംഭിച്ച യൂണിറ്റ് ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നേട്ടം കൊയ്തത്. കർഷകരിൽ നിന്ന് വലിയ തോതിൽ പഴവർഗ്ഗങ്ങൾ സംഭരിച്ച് സംസ്കരിക്കുന്നു. നിരവധി പേർക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ നൽകാൻ ഈ സ്റ്റാർട്ടപ്പിന് സാധിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയതാണ് ജ്യൂസ് ക്രഷിന്റെ വളർച്ചയ്ക്ക് വഴിത്തിരിവായതെന്ന് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഹിക്സാന പരാരി പറഞ്ഞു. നമസ്കാരം. ജ്യൂസ് ക്രഷ് ഇപ്പോൾ വളരെ സന്തോഷത്തിലുള്ളൊരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ 2025 സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 2 ഫൗണ്ടേഴ്സ്, ഇതിൻ്റെ തുടക്കം മുതൽ ഈ അവസ്ഥ വരെ എത്തിച്ച 2 ഫൗണ്ടേഴ്സ് ഉണ്ട്. അലിഫ് യാസിൻ, രണ്ടുപേരും ഈ അവാർഡിൻ്റെ സന്തോഷം പങ്കിടാൻ നമ്മുടെ കൂടെ ഇല്ല. ഇപ്പോൾ ഇവിടെ രണ്ടുപേരും തിരക്കിലാണ്. അപ്പോൾ അവർ തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രം ഫാമേഴ്സ് ഹാൻഡ്സ് ടു ദ വേൾഡ്, നമ്മുടെ ഫാമിൽ നിന്ന് നമ്മുടെ ഫ്രൂട്ട് പ്രൊക്യൂർ ചെയ്യുന്നു. അത് കേരളത്തിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ പൈനാപ്പിൾ, അവക്കാഡോ, ടെൻഡർ കോക്കനട്ട് മെജോറിറ്റി നമ്മൾ ഫുൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഴ്സ് ചെയ്യുന്നത്. മറ്റ് ഫ്രൂട്ടിന് നമ്മൾ ഇന്ത്യയിലുള്ള മറ്റ് ഫാമേഴ്സിൻ്റെ അടുത്തൊന്നും കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ഫ്രൂട്ടിൽ ഒരു പ്രിസർവേറ്റീവ്സ്, ഒരു മായവും ചേർക്കാതെ അതെങ്ങനെ ലോകത്തിന് കൈമാറാം എന്നുള്ളിടത്തായിരുന്നു ജ്യൂസ് ക്രഷ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്കത് അതുപോലെ തന്നെ സൂക്ഷിക്കാനും ആ ക്വാളിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചു. അതിൻ്റെ അംഗീകാരം അത് നമ്മുടെ കേരള സർക്കാരിൻ്റെ അതും കൃഷി വകുപ്പിൽ നിന്ന് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കർഷകരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ആ വകുപ്പിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ അംഗീകാരം ലഭിച്ചതിൽ ജ്യൂസ് ക്രഷ് വളരെ ഹാപ്പിയാണ്. തിരുവാലി കൃഷിഭവൻ, അതുപോലെ വണ്ടൂർ ബ്ലോക്ക്, എല്ലാ കൃഷി വകുപ്പിനോടും ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂടെ എല്ലാ സ്റ്റെപ്പിലും അവരെല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതൽ പഴവർഗ്ഗങ്ങളും അതുപോലെ നമ്മുടെ പുതിയൊരു സംരംഭമായിട്ട് നമ്മുടെ പച്ചക്കറികളിൽ നിന്നും ഭക്ഷണങ്ങൾ ലൈക്ക് ചപ്പാത്തി, ബീട്രൂട്ട് ചപ്പാത്തി, ക്യാരറ്റ് ചപ്പാത്തി, ഇങ്ങനെ തുടങ്ങി ആളുകൾ നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ പ്രോസസ്ഡ് അല്ലാത്ത രീതിയിൽ എങ്ങനെ ഹെൽത്തിയായി ക്വാളിറ്റി ഭക്ഷണം ലോകത്തിന് മുന്നിൽ എത്തിക്കാം എന്നുള്ളതാണ് ജ്യൂസ് ക്രഷ് ഉദ്ദേശിക്കുന്നത്. ഈ അവാർഡ് തീർച്ചയായും അതിന് വളരെ നല്ല രീതിയിൽ ഊർജ്ജം നൽകുന്നു. ഞങ്ങളിതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തികളിലും ജ്യൂസ് ക്രഷ് ഏറ്റെടുക്കുമെന്ന് ഈ അവസരത്തിൽ പറയാണ്. താങ്ക് യു. 17 ഇനം പഴങ്ങളുടെ പൾപ്പ്, ഐസ്ക്രീം, ഫ്രോസൺ ഫ്രൂട്ട്, സ്മൂത്തി മിക്സ്, ഷുഗർലെസ് ഫ്രൂട്ട് പൾപ്പ് എന്നിവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിവർഷം 33 കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനമായി ജ്യൂസ് ക്രഷ് വളർന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് 19.68 ടൺ ഇളനീർ ശേഖരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കാനും സംരംഭകർക്ക് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, വണ്ടൂർ. 17 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. ഗൈനോക്കോളജി വിഭാഗം. പരിചയസമ്പന്നരായ ഗൈനോക്കോളജിസ്റ്റുകളുടെ 24 മണിക്കൂറുമുള്ള സേവനം. കുട്ടികളുടെ വിഭാഗത്തിൽ മുഴുവൻ സമയവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നു. സാധാരണ പ്രസവ പാക്കേജ്, ഓർത്തോപീഡിക് വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ഗവൺമെന്റിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, എക്സ്റേ, ECG, ലാബ്, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.